ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോ. ഇതാണ് ഏട്ടൻ്റെ വീട്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇതാണ്. ഇത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ 2 മക്കളാണ്, ദേവനന്ദന, ആദിദേവ്. അതാണ് അവരുടെ 2 പേരുടെ പേര്. മാളൂന്നും ആദിക്കുട്ടനെന്നും ഞങ്ങൾ വിളിക്കും. ഇത് ഏട്ടൻ്റെ അമ്മയാണ്. അമ്മ അടിക്കാൻ നോക്കണതല്ല കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഭയങ്കര കൊതുവിൻ്റെ ശല്യമായിരുന്നു. അപ്പോൾ എൻ്റെ മേലൊരു കൊതു വന്നിരുന്നപ്പോൾ അമ്മേനെ അടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലൊരാളും കൂടി ഉണ്ട്, എൻ്റെ ചേട്ടത്തിയമ്മയും കൂടി ഉണ്ട്. ചേച്ചി പക്ഷേ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ചേച്ചിക്ക് ഒരു മടിയായിരുന്നു, ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആൾ വന്നിട്ട ലാസ്റ്റ് ഞാൻ ആളുടെ ഫോട്ടോകളെ ഞാൻ വരുത്തിയത്. വേറെ കാര്യം, നമ്മളങ്ങനെയാണല്ലോ. ഇത് പിന്നെ കുഞ്ഞച്ചനും മക്കളും കൂടി എന്നുള്ള കലാപരിപാടി തന്നെയാണ് ഇത്. അവരവരുടേതായ ലോകത്താണ്. അവർ മുടികെട്ടൽ, മേക്കപ്പ് ചെയ്യൽ. ചില ദിവസം ഏട്ടനെ മേക്കപ്പ് ചെയ്ത് വെച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കില്ല, അത്രയും നല്ല ഭംഗിയിൽ അവർ മേക്കപ്പ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വൈകുന്നേരം ഒരു പ്രത്യേക വൈബാണ്. കുറേ പ്രായമായിട്ടുള്ള ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കൂടിയിരുന്ന കഥ പറയുന്നുണ്ടാവും. പിന്നെ വലിയ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വേറെ ആവശ്യമൊന്നുമില്ല, വെറുതെ വീഡിയോ എടുക്കാനായിട്ട് അമ്പലത്തിൻ്റെ അവിടം വരെ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പിള്ളേർ 3 ഉണ്ട് കൂടെ. അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ തന്നെ സ്കൂളിലാണ് മക്കൾ 3 പേരും പഠിക്കുന്നത്. മാളൂട്ടി ആയാലും ആദിക്കുട്ടനും ജാനിയും ഒക്കെ അമ്പലത്തിൻ്റെ തന്നെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് സ്കൂൾ വരുന്നത്. അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു കുറച്ച് വീടുകൾ കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. വലിയ ഡിസ്റ്റൻസ് എന്ന് പറയാനൊന്നുമില്ല. ഇത് നേരിട്ട് കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് പിന്നിലാണ് സ്കൂൾ വരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെമ്പൂത്ര ശ്രീ കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ഞങ്ങൾ എന്താ പറയുക, എൻ്റെ ആയാലും ഏട്ടൻ്റെ ആയാലും ജനിച്ച് വളർന്ന കാലം മുതലുള്ള ഞങ്ങളുടെ തട്ടകത്തമ്മയാണിത്. ഞങ്ങളുടെ എന്നല്ല, ഈ അമ്പലത്തിൻ്റെ കീഴിൽ ഒരുപാട് ദേശങ്ങളുണ്ട്. 48 ദേശത്തിൻ്റെ ദേവതയാണ് ഈ കൊടുങ്ങല്ലൂർക്കാവിലമ്മ, ചെമ്പൂത്ര ശ്രീ കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി. ഇവിടുത്തെ പൂരം എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂരം. ചെമ്പൂത്ര മകരച്ചോവ മഹോത്സവം എന്നാണ് അറിയപ്പെടുക. അത് പൂരം കൊടിയേറുന്ന ആ 7 ദിവസം പൂരം മകരച്ചുവയിലാണ് വരിക. അതായത് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് പൂരം വരിക. അപ്പോൾ അതിൻ്റെ മുൻപത്തെ ബുധനാഴ്ച കൊടിയേറും. കൊടിയേറി കഴിഞ്ഞ് അന്ന് മുതൽ പൂരത്തിൻ്റെ അന്ന് വരെയും വൈകുന്നേരം ഒരു 6:30ക്ക് ശേഷമായിട്ട് ഈ കാണുന്ന അമ്പലപ്പറമ്പിൽ ഗംഭീര പരിപാടികളായിരിക്കും. അത് ഒറ്റ കൊല്ലം മുടക്ക് വരാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അമ്പലം പുനരുദ്ധാരണത്തിൻ്റെ ഒരു പരിപാടിയിലാണ്. കാരണം അമ്പലം അമ്പലം വളരെ ചെറുതാണ്. പക്ഷേ നമ്മുടെ പൂരം അത്രയും ഫേമസാണ്. 48 ആനയൊക്കെയുള്ള ഗംഭീര പൂരമാണ്. അപ്പോൾ അമ്പലം പുതുക്കി പണിയണം എന്ന് പറഞ്ഞ് കുറച്ച് ആവശ്യങ്ങൾ കുറച്ച് നാളുകളായി. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളൊരാഗ്രഹമാണ്, നാട്ടുകാരുടെ ആയാലും അമ്പലത്തിൻ്റെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആയാലും അമ്പലം വലുതാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയായിട്ട് ഇപ്പോൾ അവർ പിരിവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത് തന്നെ അമ്പലം പൊളിക്കും. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് മക്കൾ ജാനിയും മാളും ആദിക്കുട്ടനും പഠിക്കുന്ന സ്കൂളാണ്. നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ സ്കൂളിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അമ്പലപ്പറമ്പിൽ നിറച്ച് പട്ടികളായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ പോവാൻ വേണ്ടി പേടിച്ചിട്ട്, കാരണം വല്ല പട്ടിയും കടിച്ച് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോകാൻ റിസ്ക് അല്ലേ. അപ്പോൾ അതൊന്നും വേണ്ട, റിസ്ക് എടുക്കാൻ വയ്യ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഈ കാണുന്ന കട നമ്മുടെ പപ്പൻ ചേട്ടൻ്റെ കടയാണ്. ഞാൻ എന്താ വെച്ചാൽ അവിടെ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഒക്കെ നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഏട്ടനും ജാനിയും ആദ്യക്കുട്ടനും കൂടിയിട്ട് പിള്ളേർക്ക് ലൈസ് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. ആ ലൈസും താങ്ങി പിടിച്ച് വരണതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ നടന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്നല്ല, നമ്മൾ എന്നും കാണുന്നതാണെങ്കിലും ഒരു നൊസ്റ്റു, കല്യാണം കഴിഞ്ഞതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ അങ്ങനെ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ തന്നെ തൊട്ടിപ്പറയുള്ളത് കരിങ്കാളി എന്ന് പറയുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠയാണ്. രണ്ടും ഭഗവതി തന്നെ. മെയിനായിട്ടുള്ളത് ഭദ്രകാളി, ഇത് കരിങ്കാളി. പിന്നെ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഒരു സൈഡാണ്. വെടിക്കെട്ട്, കഥനപ്പുര, നാഗങ്ങളുടെ സർപ്പക്കാവ്, അങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് എന്ന് പറയാനൊന്നുമില്ല, ലൈസ് മേടിച്ച് വെറുതെ ഒന്ന് നടക്കാനിറങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാനുണ്ടോ ഗൈസ്, ഒറ്റയ്ക്കൊരു നക്ഷത്രം നിങ്ങൾക്ക് കാണാനുണ്ടോ? ഞാൻ ആ ഒറ്റ നക്ഷത്രം എന്നും പറഞ്ഞ് ഞാനത് വീഡിയോ എടുത്തു. ഈ ഒറ്റയ്ക്കൊരു നക്ഷത്രം എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഏട്ടനെ കളിയാക്കുമായിരുന്നു, നീ കണ്ട സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫോട്ടോ എടുത്ത് ആൾക്കാരെ പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് അല്ല കേട്ടോ ഗൈസ്. ആ മരത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാനുണ്ട് ഒറ്റയ്ക്ക് ഒരു നക്ഷത്രം, അവിടെ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ചേട്ടത്തിയമ്മ. നേരത്തെ ചേട്ടത്തിയമ്മനെ കണ്ടിരുന്നില്ലല്ലോ. ഇതാണ് ചേട്ടത്തിയമ്മ, ചേട്ടൻ്റെ വൈഫാണ്. ചേട്ടൻ്റെ പേര് രാജേഷ് എന്നാണ്. ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചേട്ടൻ സൗദിയിലാണ്. ചേട്ടനും അനിയനും സൗദിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ, രാജേഷ് ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം. ചേട്ടൻ്റെ പേര് രാജേഷ്, ചേട്ടത്തിയമ്മയുടെ പേര് നീതു എന്നാണ്. മക്കളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ദേവനന്ദൻ, ആദിദേവ്. അമ്മയുടെ പേര് രമണി. ഇത് പിന്നെ കുഞ്ഞച്ഛനും മക്കളും കൂടിയിട്ട് എന്നും ഇങ്ങനെ തന്നെയാണ്. അത് കാരണം ഞങ്ങൾക്കിത് പുത്തിരിയൊന്നുമല്ല. ഇത് കണ്ടില്ല, ഒരാൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇവർ ഏട്ടനും മാളുട്ടിയും ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര കമ്പനി എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം ശരിയായി പെണ്ണ് കാണാൻ വരുമ്പോൾ മാളുട്ടി ജനിച്ചിട്ട് 86ാമത്തെ ദിവസം എൻ്റെ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ ഏട്ടൻ വന്നിറങ്ങുമ്പോൾ ഏട്ടൻ്റെ കയ്യിൽ മാളുട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പതിവ് പോലെ തന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മൾ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുമല്ലോ, അതായത് പയ്യനെ കാണാൻ വേണ്ടി നമ്മൾ ഒളിഞ്ഞു നോക്കില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ്റെ കയ്യിൽ മാളൂട്ടിനെയും കൊണ്ടാണ് ഏട്ടൻ ഇറങ്ങി വന്നത്. എന്തുകൊണ്ടോ എന്തോ അന്ന് മുതൽ നമ്മൾ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എന്നൊക്കെ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ചെറിയമ്മ ചെയ്യും. അന്നൊന്നും ചെറിയമ്മ എന്ന് വിളിക്കാൻ 8-9 മാസം അത്ര പ്രായമൊക്കെ ഉള്ളൂ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചെറിയമ്മ എന്നൊന്നും വിളിക്കില്ല, അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളൊക്കെ പെറുക്കി നമ്മളെ വിളിച്ച് നമ്മുടെ പിന്നാലെ നടന്ന് എന്തിനും പിന്നാലെ നടക്കും. എന്തിനും അവൾക്ക് ഞാൻ വേണമായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനോടൊരു ചെറുതിനെ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി ഇത് മാളുവിനോടാണ്. എന്താ വെച്ചാൽ അതിനെ ആദ്യമേ ആദ്യകൂട്ടനെ പിന്നെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാരണം അവനെ പ്രസവിച്ച് 1 മാസം 1.5 മാസമായപ്പോൾ ചേച്ചി ചേട്ടൻ്റെ അടുത്തേക്ക് സൗദിയിലേക്ക് പോയി. പിന്നെ അവനെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ വന്നു. അതിൻ്റെ ഇടയിൽ ലീവിന് വന്നു പോയിരുന്നു. വർഷത്തിൽ 1 മാസമൊക്കെ വന്നു പോവും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ സെറ്റായിട്ട്, അതായത് ഇപ്പോൾ ചേട്ടത്തിയമ്മ പിള്ളേരും നാട്ടിൽ സെറ്റായിട്ട് 4 വർഷമായിട്ടേ ഉള്ളൂ. അത് കാരണം ചെറുതിനോട് അങ്ങനെ ഒരു എന്താ പറയുക, മാളുട്ടിയോടുള്ള പോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ചെറുതിനോട് അങ്ങനെ വന്നിട്ടില്ല. കാരണം അതിനെ കുഞ്ഞിനങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല. അവർ സൗദിയിലായിരുന്നു, ചേച്ചിയും പിള്ളേരും സൗദിയിലായിരുന്നു. അപ്പോൾ അതിനെ നമുക്കങ്ങനെ കാണാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ മാളുട്ടീനെ കുഞ്ഞിൽ നമ്മൾ കുറേ എടുത്തുകൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത കാരണം അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇതേ കണ്ടല്ലേ, കുഞ്ഞച്ഛൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് കുഞ്ഞച്ഛനെ സുന്ദരനാക്കുകയാണ് ഗൈസ്. പക്ഷെ എൻ്റെ അമ്മേ, താജ്മഹലൊക്കെ പണിത് വെച്ചിട്ടുണ്ട് തലയിൽ. ഏട്ടന് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. പെട്ടുപോയി, ഊരാനും കിട്ടണില്ല. നമ്മളിപ്പോൾ ഈ വീട് പണിത് താമസാക്കിയത് ഈ ഫെബ്രുവരിയിലാണ്. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഏട്ടന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം. അതിൽ പക്ഷേ ഏട്ടൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏട്ടൻ്റെ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.